السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വിധികർത്താക്കൾ, മുതഅല്ലിമീങ്ങളെ, ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയം മഹാനായ അശ്അരി ഇമാം കടന്നു വന്ന നാൾ വഴികൾ എന്നതിനെ കുറിച്ചാണ്. ഈ ചർച്ചയിൽ ഞങ്ങൾ കൂടെ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ത്വാഹ ഉസ്താദ് ഉണ്ട്. അശ്അരി ഇമാമിനെ കുറിച്ച് നമുക്ക് വിശദമായും അവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പോൾ ത്വാഹ ഉസ്താദെ, അബൂ ഹസനിൽ അലി അൽ അശ്അരി, അശ്അരി എന്ന് സ്ഥാനപ്പേര് ലഭിക്കാൻ കാരണം എന്താണ്? അതെ, അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ അവിടത്തെ എട്ടാമതായ ഉപ്പാപ്പയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു സ്വഹാബത്തായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന് അറിയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കസീറിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അശ്അരി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഇശാറത്താക്കിക്കൊണ്ട് പറയുന്നു, ഹും ഖൗമു ഹാദാ. ആ ഖൗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് പിന്തിരിയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഒരു ഖൗമിനെ കൊണ്ടുവരും. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖൗമിനെ ഇഷ്ടപ്പെടുന്നു, ആ ഖൗം തിരിച്ചും അല്ലാഹു തആലയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കസീറിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് മുത്തുനബി തങ്ങൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് സൂചിപ്പിച്ചു. പിന്നീട് പിൻഗാമികളായ ആളുകൾ ഒക്കെ ആ ഖൗം അത് അശ്അരി റളിയല്ലാഹു അൻഹുവിനെയാണ്, അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയാണ് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാം. തീർച്ചയായും ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാമിനെ തന്റെ നാലാമത്തെ ഉപ്പാപ്പയിലേക്കാണല്ലോ ചേർത്ത് പറയുന്നത്. അതെ, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദി ഇൽമ എന്ന് പറയുന്നത് അത് ശാഫിഈ ഇമാമിനാണെന്ന് പിൻഗാമികൾ പറഞ്ഞതുപോലെ തന്നെ ഈ ആയത്ത് ഹും ഖൗമു ഹാദാ എന്ന ഈ ഹദീസിനെ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അത് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയാണ് എന്ന് പിൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണല്ലോ. നമ്മളും മുഅ്തസിലത്തിന്റെ ആളുകളും ഒരു നിലക്കും ആശയപരമായി യോജിക്കാത്ത ആളുകളാണ്. മഹാനായ അശ്അരി ഇമാം 40 വർഷക്കാലം മുഅ്തസിലത്തിന്റെ വലിയൊരു പണ്ഡിതനായിരുന്നു. പിന്നീട് ആ ആശയങ്ങളിൽ നിന്ന് മാറി യഥാർത്ഥമായ അഖീദയിലേക്ക് മാറാനുള്ള കാരണം എന്താണ്? അതെ, അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് വളരുന്നത് യതീമായിട്ടാണ്. ചെറുപ്പത്തിൽ തന്നെ വാപ്പ മരിച്ചുപോയി. അങ്ങനെ അബൂ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ രണ്ടാമത് കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിച്ചത് ജുബായി എന്ന ഒരു മുഅ്തസില പണ്ഡിതനെയാണ്. അങ്ങനെ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മകനെ പിന്നെ ഭർത്താവിന്റെ അടുക്കൽ പഠിക്കാൻ അയക്കുകയും സ്വാഭാവികമായും ആ മുഅ്തസില ആശയത്തെ പഠിക്കുകയും പിന്നീട് 40ഓളം വർഷങ്ങൾ അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അതിന്റെ ആ ആശയത്തെ പ്രചരിപ്പിക്കുകയും അതിനു വേണ്ടി സേവനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അശ്അരി റളിയല്ലാഹു അൻഹു ഉസ്താദായ ജുബായിന്റെ അടുക്കൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 3 വിഭാഗത്തെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. ശറഹുൽ അഖായിദിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ചോദ്യത്തെ തുടർന്ന് അശ്അരി റളിയല്ലാഹു അൻഹു ജുബായിയോട് ചോദിച്ചപ്പോൾ ജുബായി ഉത്തരം മുട്ടുകയാണ്. അശ്അരി ഇമാമിന്റെ ഒരു ഈ
മുഅ്തസില വാദത്തിന്റെ ഒരു വാദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് അസ്ലഹ് മാത്രം ചെയ്യുക എന്നുള്ളത്. ആ വാദത്തെ തുടർന്നാണ് ഇരുന്നു ചോദ്യം. അങ്ങനെ ചോദിച്ച സമയത്ത് ജുബായ് ഉത്തരമുട്ടുകയും ഈ ഉത്തരം മുട്ടിയ ഈ സാഹചര്യം ഓർത്ത് അശ്അരി ഇമാമിനിക്ക് വല്ലാതെ സങ്കടപ്പെടുകയും പിന്നീട് അതേ റമദാനിൽ ആദ്യത്തെ പത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി. അങ്ങനെ സ്വപ്നത്തിൽ ദർശിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്, ഉൻസുറുൽ മദാഹിബൽ മർവിയ അന്നി ഇന്നഹു ഹഖ്. നീ എന്താക്കണം, എന്നെ തൊട്ട് റിവായത്ത് ചെയ്ത ശരിയായ മദ്ഹബിനെ നീ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ അശ്അരി റളിയല്ലാഹു പെട്ടെന്ന് ഉണർന്നുകൊണ്ട് വല്ലാതെ ചിന്തിക്കുകയാണ്. പിന്നീട് രണ്ടാമത്തെ പത്തിലും ഇതേപോലെ അവസ്ഥയാണ്. മൂന്നാമത്തെ പത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉൻസുറുൽ മദാഹിബൽ മർവിയ അന്നി ഇന്നഹുൽ ഹഖ്. അങ്ങനെ അശ്അരി റളിയല്ലാഹു അൻഹു ഈ സ്വപ്നവും ഈ സംഭവവും വല്ലാതെ ചിന്തിപ്പിച്ചു. അങ്ങനെ അശ്അരി റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടിൽ എവിടെയും പോവാതെ 15ഓളം ദിവസങ്ങൾ ആ ഹക്കായ ദീനിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഹക്കായ ആശയത്തെ പഠിച്ച് അവിടെ എപ്പോഴും പോവാറുണ്ടായിരുന്ന പള്ളിയിലേക്ക് പോയി മിമ്പറിൽ കയറുകയാണ്. അങ്ങനെ മിമ്പറിൽ കയറി അശ്അരി റളിയല്ലാഹു അൻഹു പുറത്തിട്ട ഡ്രസ്സിനെ ഊരിക്കൊണ്ട് പറയുന്നു, ഞാൻ ഇതുവരെ ഈ 40 വർഷക്കാലം ഉണ്ടായിരുന്ന ഈ ആശയത്തെ ഈ വസ്ത്രം ഊരുന്നത് പോലെ ഞാൻ ഊരിയിരിക്കുന്നു എന്ന് വെള്ളിവിളിച്ചുകൊണ്ട് ആ മുഅ്തസില ആളുകൾ മുഅ്തസിലത്തിനോട് പറയുകയാണ്. അങ്ങനെയാണ് ആ ഹക്കായ ദീനിൽ നിന്ന് ഹക്കായ ദീനിലേക്ക് വരാനുള്ള കാരണം. അശ്അരി ഇമാമിനെ ഇമാമെ അഹ്ലുസുന്ന എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ വിശേഷിപ്പിക്കാറുണ്ടല്ലോ, എന്താണ് അതിന്റെ കാരണം? അതെ, അശ്അരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഒരു മുഅ്തസില വാദവും ബിദ്അത്തുകൾ നിറഞ്ഞുകൂടിയിരിക്കുന്ന സമയത്താണ് അശ്അരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അശ്അരി റളിയല്ലാഹു അൻഹു ജനിക്കുന്ന സമയത്ത് മുജസ്സിമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനിക്ക് ജിസ്മുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളാണ്. ആ മുജസ്സിമത്ത്, അതേപോലെ മുഅ്തസിലത്ത്, മുറജ്ജിഅത്ത്, അതുപോലത്തെ ഒരുപാട് ആളുകൾ നിറഞ്ഞുകൂടിയ സമയത്താണ് അശ്അരി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ആ ആശയത്തെ എല്ലാം അത് ഹക്കായ ആശയം അല്ല എന്നും ഹക്കായ ആശയം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയമാണ് എന്ന് പഠിച്ചുകൊണ്ട് പിന്നീടുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി രേഖകൾ എഴുതുകയും ചെയ്ത കാരണത്തിലാണ് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ഇമാമുൽ അഹ്ലുസുന്ന എന്ന് പറയാനുള്ള കാരണം. അതെ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിയായ അഖീദയിലൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ത്വാഹ ഉസ്താദിന് പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ചർച്ച ഇന്നത്തേക്ക് നാം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.